ആദ്യം അദ്ദേഹത്തെ കണ്ട കള്ള ഓർമ്മ വരിക, റൗഡിത്തര ഓർമ്മ വരിക. പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹത്തെ കണ്ടാൽ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഓർക്കുമാർ ആ വ്യക്തിത്വം അനുഗ്രഹീതമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുണ്ട ഹൃദയം, ചളികെട്ടിയ തലച്ചോർ വൃത്തിയാക്കി അതിൽ ഹിദായത്ത് ചൊരിയുകയും ജ്ഞാനം അരുളുകയും ചെയ്താൽ ആ മനുഷ്യൻ ആരാകുമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ ഖഅനബി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ ഖഅനബി ഭയങ്കര റൗഡിയായിരുന്നു, മദ്യപാനിയായിരുന്നു. തെമ്മാടികളുടെ ഒരു കൂട്ടുകെട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഖഅനബിക്ക്. ഒരു ദിവസം തൻ്റെ കൂട്ടുകാരെ വെയിറ്റ് ചെയ്തിരിക്കുക, ചിലരെത്തിയിട്ടുണ്ട്, മദ്യമൊക്കെ റെഡിയാണ് ഒന്നിച്ച് കുടിക്കാനുള്ള. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്, ഹദീസിന്റെ വിഷയത്തിൽ മുഅ്മിനീങ്ങളുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ശുഅബത്ത് ബിനുൽ ഹജ്ജാജ് വരുന്നത്. ശുഅബത്ത് ബിൻ ഹജ്ജാജ് വരികയാണ്. അപ്പോൾ ശുഅബത്ത് ബിനുൽ ഹജ്ജാജ് അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ്, അദ്ദേഹം ഷെയ്ഖാണ്. അദ്ദേഹത്തിന് കുറേ ശിഷ്യഗണങ്ങളുണ്ട്. ആ ശിഷ്യഗണങ്ങളിൽ ചിലർ അദ്ദേഹത്തിന് കൂടെ ഉണ്ട്. അവർ അദ്ദേഹത്തോട് ഇൽമു ചോദിക്കുന്നു, ഹദീസ് ചോദിക്കുന്നു. അങ്ങനെ അദ്ദേഹം വരികയാണ്, സദസ്സിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അബ്ദുള്ള ഇബ്നു മസ്ലമ അത് കാണുന്നത്. റൗഡിയല്ലേ? അപ്പോൾ ആരാണ് വരുന്നതെന്ന് ചോദിച്ചു തൻ്റെ കൂട്ടുകാരോട്. അപ്പോൾ അത് ശുഅബത്ത് ബിനുൽ ഹജ്ജാജ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആരായി ശുഅബത്ത് ബിനുൽ ഹജ്ജാജ്? ഹദീസ് പണ്ഡിതനാണ്, വിജ്ഞാന കുതുകിയാണ്, അറിയപ്പെട്ട ഷെയ്ഖാണ്. അപ്പോൾ അബ്ദുള്ള ഇബ്നു മസ്ലമ എന്ത് ചെയ്ത് തൻ്റെ വീട്ടിൽ നിന്ന് ആടിപ്പാടി ഇറങ്ങി ഈ ശുഅബത്ത് ബിനുൽ ഹജ്ജാജിൻ്റെ പോയിട്ട് കഴുത്തിന് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഷെയ്ഖ് ഇമാമാണ്, എന്നിട്ട് പറയാണ് ഒരു ഹദീസ് പറഞ്ഞു തരണമെന്ന്. ഹദീസ് പറഞ്ഞു തരണം. ഈ മദ്യം മണക്കണ കോലാണെങ്കിലോ, ഈ അന്ന് ഖഅനബി എടുത്തിട്ടുള്ളത് ഒരു ചുവന്ന തുണിയാണെന്നാണ്, ചുവന്ന വസ്ത്രം ധരിച്ചിട്ടുള്ളത്. ആണുങ്ങൾക്ക് തനി ചുവപ്പ് പാടില്ല, അങ്ങനത്തെ ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇമാം ശുഅബ് ഇങ്ങനെ നോക്കി, ആകെ വൃത്തികെട്ട രൂപം ഇക്കോലത്തിൽ. അപ്പോൾ ഇമാം ശുഅബ് പറഞ്ഞ്, ഹദീസ് പഠിക്കേണ്ട ആളല്ല നീ, ഹദീസ് പറഞ്ഞു തരേണ്ട ആളുമല്ല നീ, പോകാൻ പറഞ്ഞു. പശുക്കൾക്ക് മുമ്പിൽ മുത്ത് വിതറിയിട്ടുണ്ടെങ്കിൽ എന്താ ഫലം? പോകാൻ പറഞ്ഞു. അപ്പോൾ അബ്ദുള്ള ഇബ്നു മസ്ലമ എന്ത് ചെയ്തു? ഈ ഖഅനബി കത്തിയെടുത്ത് ചൂണ്ടി. അപ്പോൾ നല്ല ഉഷാറാളാണ്, കത്തിയെടുത്ത് ചൂണ്ടി. ഇപ്പം പറയണമെന്നാണ് ഹദീസ്. അപ്പോൾ ഇമാം ശുഅബത്ത് ബിൻ ഹജ്ജാജ് എന്ത് ചെയ്തു? ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. ഏതാ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. എന്താ ഇതിൻ്റെ അർത്ഥം? ലജ്ജ ഇല്ലെങ്കിൽ വേണ്ടത് ചെയ്തോ, അതാണ്. ലജ്ജ ഇല്ലാത്തവന് വേണ്ടത് ചെയ്യാം, ഇതാണ് ഹദീസിൻ്റെ ആശയം, പൊരുൾ. ആ ഹദീസ് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഖഅനബി എന്ത് ചെയ്ത്? ശുഅബൻ്റെ പിടുത്തം വിട്ട്, കത്തി ഇതായിട്ട് പിടുത്തം വിട്ടിട്ട് എന്ത് ചെയ്ത്? ബാക്കോട്ട് പോയി. അയാൾക്ക് അത് നല്ല മനസ്സിൽ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു തിരുമൊഴിയാണ് കേട്ടത്, ലജ്ജയില്ലാത്തവന് ഇഷ്ടം അത് ചെയ്യാൻ. മനസ്സിലായില്ലേ? അതോടുകൂടി ശുഅബ പിൻവാങ്ങി. നോക്കണം നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കയ്യിലെടുത്താൽ ആ മനുഷ്യനുണ്ടാകുന്ന നിഅമത്തുർ റഹ്മത്തും